ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടുത്തെ അവർ പറഞ്ഞെന്താ വെച്ചാൽ മരിച്ചു പോകുന്നവരെ സാധ്യത ഉണ്ട് എന്നാ. നിങ്ങൾ കിടത്തുന്ന ഞാൻ പറഞ്ഞില്ല. ഏതൊരു ഹോസ്പിറ്റലിൽ പോയപ്പോഴേ ഗവൺമെന്റ് ഹോസ്പിറ്റൽ അവർ പറഞ്ഞ മരിച്ചു പോകാൻ വരെ ചാൻസ് ഉണ്ട്. ഇവിടെ ഇതിനു മുമ്പ് എന്തെങ്കിലും സിനിമയിലോ നാടകത്തിലോ അഭിനയിച്ചിട്ടുണ്ടോ? വീഡിയോ കാണുമ്പോഴേ അഭിനയിച്ച് നല്ല പരിചയമുള്ള പോലെ തോന്നുന്നു. വീഡിയോ എടുക്കുന്ന മന്ദബുദ്ധി അവളോട് എഴുന്നേറ്റ് വല്ല പണിയെടുത്തും ജീവിക്കാൻ പറ. ഇവളെയൊക്കെ അനുഭവിച്ചേ പോകൂ എന്നുള്ളതാണ്. നമസ്കാരം. ജസ്ന സലീം മരണത്തോട് മല്ലടിക്കുന്നു. ഏത് നിമിഷവും മരണം സംഭവിക്കാം, ഇന്നോ നാളെയോ ചാകും എന്നാണ് ഒരു വീഡിയോ. അത് ആരാണ് ഷൂട്ട് ചെയ്യുന്നത് അറിഞ്ഞുകൂടെ. ഞാൻ വലുതായിട്ട് ഇവരെ ഫോളോ ചെയ്യാത്തത് കൊണ്ട് ആരാണ് ഷൂട്ട് ചെയ്ത് കൂടെ തരുന്നത്, ഭർത്താവാണോ സുഹൃത്താണോ ഒന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഒരു വീഡിയോ കണ്ട് ഞാൻ ഞെട്ടി. അതിന്റെ തമ്പലൈൻ ഇതാ ഇങ്ങനെയാണ്. അതായത് കണ്ടല്ലോ, ജസ്ന സലീം മരണത്തോട് മല്ലടിക്കുന്നു, പ്ലീസ് ഷെയർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ നോക്കി ജസ്ന സലീം ഇപ്പൊ ചാവും എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. ഞാൻ ഇത് എന്ത് പറ്റി? ജസ്ന സലീമെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, മറ്റേ കൃഷ്ണന്റെ പടമൊക്കെ വരച്ച് വിവാദങ്ങളായി. കൃഷ്ണന്റെ പടം വിറ്റ് എന്താണ് പടം വരച്ച് വിറ്റ് ഫേമസ് ആയി. സുരേഷ് ഗോപി വരെ വന്ന് വാങ്ങി. അങ്ങനെയൊക്കെ ചെയ്ത് പിന്നീട് ഈ പറയുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി അവിടെ പോയി എന്തൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ വിവാദങ്ങളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു കക്ഷിയാണ് ജസ്ന സലീം. എപ്പോഴും ഞാൻ ഈ യൂട്യൂബ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോഴും പലപ്പോഴായിട്ട് പലർക്കുള്ള മറുപടി എന്ന് പറഞ്ഞുകൊണ്ടുവന്ന് ഓരോരുത്തരും ഇവരുടെ ഈ പറയുന്ന നമ്പർ എടുത്ത് വെച്ചിട്ട് എന്തോ അനാവശ്യം പറയുന്നുണ്ട്. ഇവർ അവിടെ നീ ആരുടെ പട്ടി എന്ന് പറഞ്ഞുകൊണ്ട് തെറിവിളിയാണ് ഞാൻ സ്ഥിരം കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ കണ്ടപ്പോൾ മരണാവസ്ഥയിൽ കിടക്കുകയാണ്, ഞാൻ ഏത് നിമിഷവും മരിക്കും, നിങ്ങൾ ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ആരോ ആണ് ഷെയർ ചെയ്തിരിക്കുന്നു എന്നുള്ളത്. നമുക്ക് നോക്കണമല്ലോ എന്താണ് സംഭവിച്ചത്. ചാവാൻ കിടക്കുകയാണ്. കാരണം കിടക്കണ കിടപ്പ് കണ്ടാൽ തോന്നും ഇന്നോ നാളോ തീരുമെന്ന് തോന്നും എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും നമുക്ക് എന്താണ് ആ പങ്കുവെച്ച ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം. ഓക്കെ. ഈ കിടക്കുന്നത് ആരാണെന്ന് നിങ്ങളോട് ആരോടും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്നാലും ഞാനൊന്നുകൂടി പറയാണ്. ജസ്ന സലീം ഈ കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൊയിലാണ്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വെച്ച് അവിടുത്തെ ഒരു നേഴ്സ് ഇഞ്ചക്ഷൻ മാറിക്കുത്തിയതിന് ശേഷം അവളുടെ കാല് ബൾജായാലും കൂടി വീങ്ങി ഒരു എന്താ പറയുക മന്ത് പിടിച്ച ആൾക്കാരുടെ കാല് പോലെയെല്ലാം കൂടി അങ്ങനെ. തമാശയല്ല, വളരെ സീരിയസ് ആണെന്നാണ് തോന്നുന്നത്. വളരെ വളരെ സീരിയസ് ആണ്. അതായത് ഏതോ കൊയിലാണ്ടിയിലെ വേറെ എവിടെ ചെന്ന് എന്തോ കുത്തിവെച്ചത് മാറി കുത്തിവെച്ചു. അങ്ങനെ കുത്തിവെച്ചു കാലിന് മന്ത് പിടിച്ച അവസ്ഥയിലാണ്. കാലിന് മന്ത് പിടിച്ച അവസ്ഥയിലാവുമ്പോഴും മരണം സംഭവിക്കില്ലേ? ഇപ്പോൾ ജസ്ന സലീം ഇങ്ങനെ കൈയെടുത്ത് എന്തോ പറയാൻ വയ്യ. അത്രയ്ക്ക് ഈ പറയുന്ന അങ്ങ് അത്രയ്ക്കുള്ള ഒരു ദയനീയമായ ഒരു അവസ്ഥയാണ്. പറയാനൊന്നും വയ്യ. കൈ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഉടനെ ചേട്ടൻ വന്ന് ഇങ്ങനെ കയ്യിൽ പിടിക്കുന്നുണ്ട്. വളരെ ശോചനീയമായ അവസ്ഥയിൽ ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ് കിടക്കുകയാണ്. ബാക്കി കേൾക്കാം. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടുത്തെ അവർ പറഞ്ഞെന്താ വെച്ചാൽ മരിച്ചു പോകുന്നവരെ സാധ്യത ഉണ്ട് എന്നാ. നിങ്ങൾ കിടത്തുന്ന ഞാൻ പറഞ്ഞില്ല. ഏതൊരു ഹോസ്പിറ്റലിൽ പോയപ്പോഴേ ഗവൺമെന്റ് ഹോസ്പിറ്റൽ അവർ പറഞ്ഞ മരിച്ചു പോകാൻ വരെ ചാൻസ് ഉണ്ട്. അതായത് മരുന്ന് മാറി കുത്തിവെച്ച് കാലിൽ മന്ത് പോലെ ആയല്ലോ, അതുകൊണ്ട് മരിച്ചു പോകാൻ വരെ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇത് ഷെയർ ചെയ്യണം എന്നവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. മരണത്തോട് മല്ലടിച്ച് കിടക്കുക. അത്രയും മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണ് ജസ്ന സലീം. കളിയല്ല, തമാശയല്ല. മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണ് ജസ്ന സലീം. ഏത് നിമിഷവും മരിച്ചു പോകാം. എന്താ പറയുക, ഒരു സ്ഥലത്തേക്ക് നടക്കുമ്പോഴേക്ക് കാല് വീങ്ങി വരിക. ആ ഒരു എന്താ കൊയിലാണ്ടി ടോളിൻ്റെ അടുത്തുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ആ ഒരു നേഴ്സ് കാരണം ഇവിടെ ഈ അനുഭവിക്കുന്ന വേദനയും കാര്യങ്ങളും ഇതിൻ്റെ പേരിൽ സ്റ്റേഷനിൽ, അതായത് കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് അവിടെയുള്ള അവർ വരെ ഈ പോളി ക്ലിനിക്കിലുള്ള സ്ഥാപനത്തിനോട് മാത്രം കൂറും കാര്യങ്ങളും കാണിക്കാൻ നമുക്കൊരു വേണ്ട നടപടിയോ നീതിയും കാര്യങ്ങളൊന്നും തരുന്നില്ല. അന്ന് അവിടെ പോയപ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്ത് പറയുന്നത് ഈ ഒരു ഗതി ഇനി വേറൊരാൾക്ക് വരാൻ പാടില്ല. ആ ഒരു നേഴ്സ് കാരണം ഇവൾ ഈ കിടന്ന് അനുഭവിക്കുന്ന വേദന എന്ന് പറഞ്ഞാൽ കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഒരു 2-3 സ്റ്റെപ്പ് നടന്ന് പോകുമ്പോഴേക്ക് ഇവർക്ക് ഈ ഒരു വേദന വന്നു കഴിഞ്ഞാൽ പിന്നെ നടക്കാനാവില്ല. കാല് വീങ്ങി വരിക ചെയ്യുക. മനസ്സിലായല്ലോ? ഇതാണ് സംഭവം. ഏതോ കൊയിലാണ്ടി ഏതോ ഹോസ്പിറ്റലിൽ അവർ പോയി മരുന്ന് മാറ്റി കുത്തിവെച്ച് കാലിൽ ചെറിയ നീര് വന്നു. ഇതാണ് വിഷയം. പക്ഷെ 2 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ പറ്റില്ല, ഉടനെ മരിച്ചു പോകുന്ന പറയുന്നത്. അതെന്തൊരു നീരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ജസ്ന സലീം എന്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ പോകണമെന്നാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു കൈ ഇങ്ങനെ പൊക്കി കാണിക്കുന്നുണ്ട്. ബാക്കിയാണ് ഇതിന് അന്ന് അവിടെ പോയിട്ട് പരാതി കൊടുത്തതിന് ശേഷം അവിടുത്തെ സാറ്
ഇവൾക്ക്, അതായത് ഇവൾക്ക് ഹോസ്പിറ്റലിൽ ചിലവാകുന്ന, അതായത് ട്രീറ്റ്മെൻറ്റിന് ചിലവാകുന്ന എല്ലാവിധ ചിലവും കാര്യങ്ങളും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കൊയിലാണ്ടിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ അവർ ചിലവഴിക്കണം എന്നാണ് പറഞ്ഞത്. അതിനുശേഷം അഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവിടുന്ന് വിട്ടതും. അതിനുശേഷം അവരൊരു എൻക്വയറി നടത്താനോ അല്ലെങ്കിൽ എങ്ങനെയുണ്ട് എന്ന് അന്വേഷിക്കാനോ ഒരു കാര്യത്തിനും വന്നിട്ടില്ല. അതിനു വേണ്ടിയിട്ട് ഒരു നടപടിയോ ചാവാൻ കിടക്കണമെന്നാ പറഞ്ഞു. ഇപ്പം മരണപ്പെട്ടു പോകുന്ന ജസ്ന സലീം എണീറ്റിരിക്കുന്നു. എന്തോന്ന് താങ്കൾ പറയുന്നത് വളരെ പിന്നെ ദയനീയമായ അവസ്ഥയിലാണ്. ഏത് നിമിഷവും മരണപ്പെട്ടു പോകാനാണ് താങ്കൾ പറയുന്നത്. മരണാവസ്ഥയിലാണെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ജസ്ന സലീം ചാടി വീണ് എണീറ്റിരിക്കുകയാണ്. ഇവരെയൊക്കെ കൊണ്ട് കേസ് കൊടുത്ത് അവർ ഈ എന്തോ മരുന്ന് മാറി കുത്തിവെച്ചു എന്ന് അവർ പറയുന്നത്. അതിന്റെ ഫലമായിട്ട് കാലിൽ ചെറിയ നീര് വന്നു. അതുകൊണ്ട് അവർ മൊത്തം ചെലവുകളും ഏറ്റെടുക്കാന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ അവർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് ഈ പുള്ളി പറയുന്നത്. അവളിതാ ചാടി വീണ് എണീറ്റിരിക്കുകയും ചെയ്തു. എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇപ്പോഴും ആ വേദന ഉണ്ടോ എന്ന് പോലും അന്വേഷിച്ചിട്ടില്ല. ഇതിനു മുമ്പേ ആ ഒരു ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിന്റെ റിവ്യൂ കേട്ടാൽ പല പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. ഇതാണ് സംഭവം. നിങ്ങൾ കണ്ട ആ കാല് ചെറിയ നീരുണ്ട്. ഇതാണ് പറയുന്നത്. ഞാൻ ചാവാൻ കിടക്കുകയാണ്, ജസ്ന സലീം മരണാവസ്ഥയിൽ എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തമ്പിട്ടുകൊണ്ട് അല്ലെങ്കിൽ ടൈറ്റിൽ ഇട്ടുകൊണ്ട് ഇവൻ ഈ വീഡിയോ ചിറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അന്ന് അവിടുന്ന് കാല് ഇഞ്ചക്ഷൻ ചെയ്തതിന് ശേഷമുള്ള ആ ഒരു അവസ്ഥ. നിങ്ങൾ തന്നെ കണ്ടാൽ അറിയാം ആ ഒരു കാലിൻ്റെ വീക്കവും കാര്യങ്ങളൊക്കെ. അപ്പം അത്രത്തോളം ആ ഒരു നേഴ്സിനോട് ചെയ്യരുത് ഇതാക്കരുത് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു കാര്യം ചെയ്ത് കാലിങ്ങനെ ആക്കി വെച്ച് ആ നേഴ്സിനോടൊക്കെ എന്തെന്നാ പറയേണ്ടത്. എനിക്ക് ചിരിയാണ് വരുന്നത്. ഈ കാലിന് ചെറിയൊരു ഇഞ്ചക്ഷൻ എന്തോ കൊടുത്ത് മാറില്ല. ഒരു ചെറിയൊരു നീര് വന്നതിന് മരണാവസ്ഥയിലെന്നും പറഞ്ഞുകൊണ്ട് ടൈറ്റിലിട്ട് ഇത് കണ്ടിനി ആരൊക്കെ ഇനി ജസ്ന സലീം മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തമ്പലിനിട്ട് അവനെ കുറ്റം പറയാൻ പറ്റുമോ? കുറ്റം പറയാൻ പറ്റത്തില്ല. താങ്കൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീഡിയോ വന്ന് നിങ്ങൾക്ക് ഈ കാല് കാണിച്ചു തരാനോ അല്ലെങ്കിൽ ഈ കാല് ഇങ്ങനെ കണ്ടിട്ട് സന്തോഷിക്കാനോ സങ്കടപ്പെടാനോ ഒന്നുമല്ല. നാളെ ഈ ഒരു കാരണം കൊണ്ട് അല്ലെങ്കിൽ ഇവൾ മരണപ്പെട്ടു പോയാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം കൊയിലാണ്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി പോളിക്ലിനിക്, അതായത് കൊയിലാണ്ടി ടോളിനടുത്തുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ജീവനക്കാരും അവിടുത്തെ ഓണറും. കാരണം അവർ കാരണം നല്ല കാലിലെ കോലനിലകൾ ഒരു തരം മന്ദ പിടിച്ച ആളെ പോലെ ആയിപ്പോയി കാലെല്ലാം കൂടി. ഈ ഒരു ഗതി ഇനി ഒരാൾക്കും പോരാത്തതിന് അത് ചോദിക്കാൻ പോയ എന്നാ ഒരു ഉളുപ്പ് പോലും ഇല്ലാണ്ട് അവിടുത്തെ ആ നെയ്സ് വകവെച്ചിക്കില്ല. അവര് പോയി കൊടുത്ത് ഞാൻ പോയി താക്കി എന്നുള്ള രീതിയിലൊക്കെ അവർ പോയി കൊടുത്തിട്ട് പോലീസുകാർ വരെ അവർക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. ഇതെന്തെങ്കിലും ബൈ ചാൻസ് ഇതിലെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരെന്തായിരിക്കും ഇനി ചെയ്യുക? അപ്പം ഇങ്ങനത്തെ ഒരു സ്ഥാപനം നമുക്കിനി വേണ്ട എന്ന് തന്നെ വെക്കണം. ഇങ്ങനത്തെ ഒരു സ്ഥാപനം വേണ്ടല്ലോ. അതെ, ഇങ്ങനത്തെ ഒരു സ്ഥാപനം നമുക്കിനി വേണ്ടല്ലോ എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ. എനിക്ക് ചിരിയാണ് വരുന്നത് കേട്ടോ. ഒരു ചെറിയ എന്തോ ഒരു മരുന്ന് കൊടുത്തതിന്റെ അലർജി എന്നാ എനിക്ക് മനസ്സിലായത്. എന്തോ ഒരു അലർജി വന്ന് കാലിൽ കുറച്ച് നീരായി. ഈ നീര് കണ്ടോണ്ട് തമ്പുലേനിട്ട് പറഞ്ഞിരിക്കുന്നത് എൻ്റെ ജസ്ന സലീം മരിക്കാൻ പോകുന്നു എന്നുള്ള തമ്പാണ് ഇവർ ഇട്ടിരിക്കുന്നത് എന്നുള്ളത്. ജസ്ന സലീം മരിക്കാൻ പോകുന്നു. എന്ത് പറയണം നോക്ക്. അപ്പൊ നമുക്കിനി ഇതിനകത്ത് ഈ കമന്റ് ബോക്സ് കാണാൻ ഇത്തിരി രസമായിരിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് കമന്റ് ബോക്സ് കാണാൻ ഇത്തിരി രസമാണ്. അതുകൊണ്ട് നമുക്ക് കമന്റ് ബോക്സിൽ എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. കമന്റ്: എന്തെങ്കിലും നല്ല മൃഗ ഡോക്ടറെ കാണിക്കണമായിരുന്നു, അല്ലാതെ സാധാരണ മൃഗങ്ങളെ പരിശോധിക്കുന്ന ഹോസ്പിറ്റലിലോ മൃഗാശുപത്രിയിലോ ഇതുപോലെ ഇരിക്കും. അതാണ് ഒരു കമന്റ്. മരണത്തോട് മല്ലടിക്കുകയാണെങ്കിൽ ഇങ്ങനെ കിടന്നിട്ട് കാര്യമില്ലല്ലോ. നാളത്തെ പുലരി എന്തായാലും ദൈവം കാണിക്കാതിരിക്കട്ടെ. അടുത്ത: ഈ സിസ്റ്ററിന് ഒരു അവാർഡ് കൊടുക്കണം. അതെ, കൃത്യമായിട്ട് അങ്ങനെ മരണാസ്ഥനയിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഒട്ടും വയ്യ, ഞാനിപ്പോ ചാവും എന്ന് പറഞ്ഞ രീതിയിൽ അവര് മാറി കുത്തിവെച്ചതായിരിക്കും. ശല്യം കാരണം അറിഞ്ഞുകൊണ്ട് കുത്തിവെച്ചതായിരിക്കും. അറിഞ്ഞുകൊണ്ട് പോട്ടെന്നുള്ള രീതിയിൽ അവർക്ക് കാലിന് മാത്രമല്ല ബുദ്ധിക്കും മന്ത് ഭവിക്കും. ഇവളെയൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ മൂദേവി. എന്താണ് ഇവർക്ക് ഇത്രയും വെറുപ്പ്? എന്താണ് കാര്യം? എന്താണ്? മരണത്തോട് മല്ലടിക്കുന്ന ഒരാളെ കാണുമ്പോൾ ചിരിയാണ് വരുന്നത് ആദ്യമായിട്ടായിരിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ കുറെ ചിരിച്ചു. മരണത്തോട് മല്ലടിച്ച് ഇപ്പൊ ചാവുകയെ ഞാനിപ്പോ ചാവൂന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടപ്പോൾ അവരെ കണ്ട് ചാടി വീണ് എണീറ്റേ കണ്ടപ്പോൾ എനിക്ക് ചിരിയാവും. അതിന്റെ പരുക്കും കൂടി കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിരി. എന്റെ ഹീറോ ആ മരുന്ന് മാറിക്കൊടുത്ത നേഴ്സാണ്.
എന്താ അവസ്ഥ, എന്താ പറ്റിയ എൻ്റെ മുത്തിന്? കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ്. ഞാൻ ചത്തോ, ഞാൻ ചത്തോ, അല്ല ഞാൻ ചത്തോ അറിയിക്കണേ. ഏയ് അങ്ങനെയൊന്നും പോകൂല, വെറുതെ കൊതിപ്പിക്കും കൊച്ചു കള്ളി. എന്തായാലും കുറച്ചെങ്കിലും റീച്ച് കിട്ടിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഈ കിടപ്പൊക്കെ വെറുതെ ആകും. കറക്റ്റ് ആണ് കേട്ടോ. ഒന്ന് ആഞ്ഞു പിടിക്കുക, ഇടയ്ക്ക് ശ്വാസം കിട്ടാതെ പോലെയൊക്കെ ആ നാക്ക്, എന്നാലും അതിനൊരു ഗുമ്മ് കിട്ടത്തുള്ളൂ. വെരി ഗുഡ്, എനിക്ക് ഇഷ്ടപ്പെട്ട ആ കമന്റ്. ഇത് തന്നെയാണ് അവർ ഉദ്ദേശം. എങ്ങനെയും കുറച്ച് റീച്ച് ഉണ്ടാക്കണം, ചത്തെന്ന് പറഞ്ഞിട്ടെങ്കിലും കുറച്ച് റീച്ച് ഉണ്ടാക്കണം. എനിക്ക് തോന്നുന്നു ആ ഒരു കുത്തി വെച്ച് ആ കാലിങ്ങനെ നീരടിച്ചത് എന്തോ ഭാഗ്യം പോലെയാണ് ഒരു കാര്യം കണക്കാക്കുന്നത്. എന്തോ ഒരു ഭാഗ്യം പോലെ അതിനെ എടുത്ത് വൈറലാക്കി, അതിനെ ഒന്ന് എന്ത് ചെയ്യാം, കുറച്ച് ആൾക്കാരിലേക്ക് എത്തി, ഞാൻ എന്താ ചാവാൻ പോണേ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പൈസ ഉണ്ടാക്കാൻ, കുറച്ച് റീച്ച് ഉണ്ടാക്കാൻ. കഷ്ടം കഷ്ടം കഷ്ടം. ഖബറടക്കം എപ്പോൾ നടത്തും പറ, എപ്പോഴേ? ഇറ്റ് ഈസ് റിയൽ ഓർ റീൽ? നീ ഒരു കാര്യം ചെയ്യും, ഇത്രയും ക്രിട്ടിക്കലായ അവസ്ഥയിൽ സലീമിനോട് ഉടൻ തന്നെ ഇവിടെ എത്താനും പറ. സലീമിനോട് വിവരം അറിയിക്കുക, അയാളുടെ വേഗം ഇങ്ങോട്ട്. അതെ, സലീമിന്റെ ഭർത്താവാണോ? ഭർത്താവ് ഒരിക്കൽ ഒരു നോക്കെങ്കിലും കാണട്ടെ, വേഗം വേഗം. നാളെ ചത്തുവാണെങ്കില നീ ഞങ്ങളുടെ ശത്രുവല്ല. മാനം പണയം വെച്ചിട്ടുള്ള നിന്റെ വീഡിയോകൾ കാണുമ്പോൾ ഒരു വിഷമം. ഒരു പെൺകുട്ടിക്ക് ഇത്രയും തരം താഴ്ന്ന പ്രവൃത്തികൾ ചെയ്യാൻ പറ്റും? അങ്ങനെയൊന്നും പറ. രണാസുനെ ഇതിനെക്കാട്ടും തരം താഴ്ന്ന പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോകൾ ചെയ്യുക, അല്ല എല്ലാ രോഗങ്ങളും വേഗം തന്നെ മാറിക്കൊള്ളട്ടെ എന്ന് പ്രാർത്ഥിക്കാം. റീച്ചിന് വേണ്ടി ഏതറ്റം വരെയും പോകും. സെക്കുക ഇവളെ നാട്ടുകാർ നാം. ഇവളെ ഇതിനു മുമ്പ് എന്തെങ്കിലും സിനിമയിലോ നാടകത്തിലോ അഭിനയിച്ചിട്ടുണ്ടോ? വീഡിയോ കാണുമ്പോഴേ അഭിനയിച്ച് നല്ല പരിചയമുള്ള പോലെ തോന്നുന്നു. വീഡിയോ എടുക്കുന്ന മന്ദബുദ്ധി അവളോട് എഴുന്നേറ്റ് വല്ല പണിയെടുത്തും ജീവിക്കാൻ പറ. ഇവളെയൊക്കെ അനുഭവിച്ചേ പോകൂ എന്നുള്ളതാണ്. പോടാ അമ്മേണ. അയ്യോ, ലേഡീസിന് ഒരു ഗിഫ്റ്റ് ഉണ്ട്, സിസ്റ്റർ ഓഫ് ദ ഇയർ. ഈ വൃത്തികേട് ജനങ്ങളെ കാണിച്ചിട്ട് എന്ത് ഫലം? ഇവളെ നാവിന്ന് നീര് വരേണ്ടത് കാലിനായി. ഇവന് നാവിന്ന് നീര് വരേണ്ടത് കാലിനായപ്പോ അത്രയേ ഉള്ളൂ. ആർക്കും ഒരു ദ്രോഹം ചെയ്യാതെ, ആരെയും ഹണി ട്രാപ്പിൽ കൊടുക്കാതെ ഇനിയെങ്കിലും ജീവിക്കാനുള്ളത്. ഇപ്പൊ ഇവള് ഹണി ട്രാപ്പ് കാര്യമാണോ? അല്ലേ, കുറെ ഹണി ട്രാപ്പൊക്കെ ചെയ്തു. എന്തൊരു കൃഷ്ണൻ നോക്കിക്കോളൂ, ഒന്നും സംഭവിക്കില്ല. കൃഷ്ണനറിയല്ലേ പണി. അമ്മയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിരിച്ച് ചാവുക എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ആരാധകരെ ശാന്തരാവുക. ഈ ഇടയ്ക്കൊന്നും ചാവണ കോളൊന്നുമില്ല. ഇത് കാലിൽ ചെറുതായിട്ട് എന്തോ ഒരു ഇഞ്ചക്ഷൻ കുത്തിവെച്ചതിന്റെ എന്തോ ഒരു റിയാക്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ചെറിയൊരു നീരുണ്ട്. നമുക്ക് സ്വാഭാവികം, നമുക്ക് ചിലപ്പോൾ മാസങ്ങളിലൊക്കെ ഇതുപോലെ നീരുകൾ പലർക്കും വരാറുണ്ട്. ഇതിനെ ഞാൻ ചാവാൻ പോവുകയാണെ, ഞാനിപ്പം ചാവുകയാണ്. എന്റെ ഭാര്യ ആരാണെന്ന് വെച്ചാൽ ഇതാ, അവൾ ഇപ്പം ചാവും. നിങ്ങളുടെ ഇഷ്ട നായിക, നിങ്ങളുടെ ആരാധക കഥാപാത്രം ഇപ്പം ചാവും എന്നും പറഞ്ഞ് തമ്പ് വിട്ട് ചത്തതുപോലെ മലന്ന് കിടന്ന് അത് വെച്ച് റീച്ച് ഉണ്ടാക്കാൻ നാണോ ഉളുപ്പോ ഉണ്ടോ ജസ്ന സലീമെ? ഇത് ഭയങ്കര ഹണി ട്രാപ്പ് കാര്യം എന്നൊക്കെയാണ് പറയണത് തന്നെ. ആരെയൊക്കെ ഹണി ട്രാപ്പ് ചെയ്തിട്ടുണ്ട്? ഞാൻ ഇടയ്ക്കിടെ കുറെ കോൾ വിളികൾ കാണാൻ. വലുതായിട്ട് ഞാൻ ഇത് ഫോളോ ചെയ്യാറ്. പക്ഷെ ഇങ്ങനെ ഒരു തമ്പ് കണ്ടപ്പോ, ഇങ്ങനെ ഒരു എന്താ പറയുന്നത്, ഒരു വലിപ്പീര് സാധനം കണ്ടപ്പോ, എന്നിട്ട് ഞാനിപ്പോ ചാകുമെന്നൊക്കെ പറഞ്ഞിട്ട് കാലിലെ ചെറിയൊരു നീരും പൊക്കി പിടിച്ചുകൊണ്ട് കണ്ടപ്പോൾ എന്താ പ്രതികരിക്കണമെന്ന് തോന്നി. പ്രതികരിച്ചിട്ടുണ്ട്. അഭിപ്രായം മസ്റ്റർ കമന്റ് നമുക്ക് എടുക്കണം.